സോയ ചങ്ക്സ് റോസ്റ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ ബീഫൊക്കെ വരട്ടിയെടുത്തതുപോലെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നല്ല രുചിയുമാണ്. ബീഫിൻ്റെ രുചി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല രുചി തന്നെയാണ്. ബീഫിന് പകരമായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സോയ ചങ്ക്സ് വരട്ടിയത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് സോയ ചങ്ക്സ് ആണ്. അപ്പോൾ ഇത് ചെറിയ സോയ ചങ്ക്സ് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ വലിയ സോയ ചങ്ക്സ് ആണ് എടുക്കുന്നതെങ്കിൽ 1-2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിളപ്പിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൽ നിറഞ്ഞു നിൽക്കാൻ പാകത്തിന് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിളക്കുന്ന വെള്ളമായിരിക്കണം ഒഴിക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പാത്രം നമുക്കിവിടെ അടച്ചു വെക്കാം. പാത്രം അടച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതേപോലെ വെച്ചിരിക്കണം. അതിനുശേഷം നമുക്കിത് കഴുകിയെടുക്കാം. അരമണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മളിത് വെള്ളമൊഴിച്ച് വെച്ചിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 4 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് നന്നായിട്ട് കഴുകുക. മാത്രമല്ല നമ്മളിത് ഓരോ പ്രാവശ്യം കഴുകും തോറും ഇതിലുള്ള വെള്ളം നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 4 പ്രാവശ്യമെങ്കിലും ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. അതുപോലെ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ച സോയ ചങ്ക്സാണിത്. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് സോയ ചങ്ക്സിന് 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി. ഒന്ന് തിളക്കുന്നത് വരെ ഫ്ലെയിം കൂട്ടി കൊടുക്കുക. തിളച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റി വരുന്നത് വരെ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾ പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ അതിന് ശേഷം അതിൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് പ്രഷർ കുക്കർ തുറന്നതിന് ശേഷം വറ്റിച്ചെടുത്താലും മതി. പ്രഷർ കുക്കറിൽ ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാലും സോയ ചങ്ക്സ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിൽ വെള്ളം വറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഈ സോയ ചങ്ക്സ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒട്ടും വെള്ളമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ടില്ലേ, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയ ചങ്ക്സ് വരട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടികട്ടിയുള്ള ഏതെങ്കിലും പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3-4 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി ഈ വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 20-30 സെക്കൻഡ് വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സവാള നന്നായിട്ട് വാടി വരുന്നത് വരെ ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയ തക്കാളിയാണെങ്കിൽ 1 ചേർക്കാം. ഒരല്പം വലുതൊക്കെ ആണെങ്കിൽ പകുതി ചേർത്താൽ മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സോയ ചങ്ക്സ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പും കൂടി ചേർത്ത് 1-2 മിനിറ്റ് ഇതുപോലെ വഴറ്റുമ്പോഴേക്കും തക്കാളി നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും
ഒരു 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ വരെ തന്നെ കുരുമുളകൊന്ന് ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ട് വഴറ്റിയിട്ട് പൊടികളുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ സോയ ചങ്ക്സിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. മസാലയും സോയ ചങ്ക്സും ഒക്കെ കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്കിടെ ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇതുപോലെ ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ സോയ ചങ്ക്സ് മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വരെ വിനാഗിരിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ഒഴിവാക്കരുത്. വിനാഗിരി ചേർത്തെങ്കിലേ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്താലും മതിയാവും. ഒരു 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരല്പം മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട്. സോയ ചങ്ക്സ് മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ കുരുമുളകൊക്കെ ചേർത്തതുകൊണ്ട് നല്ല സ്പൈസി ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ അത്രയും സ്പൈസി ആയിട്ട് വേണ്ടാന്നുള്ളവർക്ക് കുരുമുളകിൻ്റെയും ഇതിൽ ചേർത്തിരിക്കുന്ന മുളക് പൊടിയുടെയും ഒക്കെ അളവ് കുറച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. കാരണം ഇത് നല്ല സ്പൈസി ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് കൂട്ടാനൊക്കെ നല്ലൊരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്